നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദൂരദർശന്റെ ചർച്ചാ പരിപാടിയായ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷം ഇന്ന് നിൽക്കുന്നത് മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്തിന്റെ വലിയ പ്രത്യേകത എന്താണെന്നാൽ ഏറ്റവും കൂടുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം. മലയാളികളുടെ നെഞ്ചെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും കൂട്ടുന്ന, തിരഞ്ഞെടുപ്പ് ഫലം അറിയാനായി വോട്ടെണ്ണി മുഴുവൻ തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു മണ്ഡലം. 1987 മുതൽ തുടർച്ചയായി BJP രണ്ടാം സ്ഥാനത്ത് വരുന്ന മണ്ഡലം. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രത്യേകതകൾ ഈ മണ്ഡലത്തിലുണ്ട്. ഇക്കുറി ഇവിടെ താമര വിരിയുമോ, അതല്ല ലീഗ് അതിൻ്റെ കോട്ടയായി തന്നെ ഇതിനെ നിലനിർത്തുമോ? 2006 ഇവിടെ മത്സരിച്ച് ജയിച്ച ഇടതുപക്ഷം ഇക്കുറി ഇവിടെ വീണ്ടും ജയിക്കുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്കൊപ്പം 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. UDFനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ശ്രീ സൈഫുള്ള തങ്ങളാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം ഭാരവാഹി കൂടിയാണ്. NDA പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ശ്രീ വേലായുധനാണ്. അദ്ദേഹം BJP സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. LDFനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ശ്രീ സിജി മാത്യു ആണ്. അദ്ദേഹം CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതോടൊപ്പം മഞ്ചേശ്വരത്തെ പ്രമുഖരായ വോട്ടർമാരും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചർച്ച ജനസമക്ഷം നടക്കുന്നത് കുമ്പള ടൗണിലാണ്. കുമ്പളയിലെ വോട്ടർമാരെല്ലാവരും തന്നെ നമുക്കൊപ്പം ചേരാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ ആരോഗ്യകരമായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നേതാക്കൾക്ക് അവർ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വോട്ടർമാർക്ക് അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാവുന്നതാണ്. ഞാൻ ആദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ശ്രീ സൈഫുള്ള തങ്ങളോട് ചോദിച്ചുകൊണ്ടാണ്. ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. വീണ്ടും AK മഷ്റഫിനെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം മത്സരിക്കുന്നു. ഇവിടെ ഒരു വലിയൊരു ആരോപണം NDA ഉന്നയിച്ചിരിക്കുന്നത്, BJP ഉന്നയിച്ചിരിക്കുന്നത്, ലീഗും SDPIയും തമ്മിൽ ഇവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് SDPI സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകിയെങ്കിലും അവസാന നിമിഷം അദ്ദേഹം അത് പിൻവലിക്കുകയുണ്ടായി. അതിനുശേഷം ഈ പിൻവലിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ഒരു പ്രസ്താവന നടത്തി. പല സംഘടനകളിൽ നിന്നും, മുസ്ലിം സംഘടനകളിൽ നിന്നുൾപ്പെടെ സമ്മർദ്ദം എനിക്കുണ്ടായി, അതിൻ്റെ ഭാഗമായിട്ടാണ് പത്രിക പിൻവലിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഒരു ഡീല്, ലീഗ് SDPI ഡീല് മഞ്ചേശ്വരത്തുണ്ടോ? രണ്ടാമതായിട്ട് എന്ത് വികസനമാണ് AK മഷ്റഫ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്? എന്തുകൊണ്ട് മഞ്ചേശ്വരത്തെ ജനങ്ങൾ വീണ്ടും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം? SDPIയും മുസ്ലിം ലീഗും തമ്മിൽ ഡീലുണ്ടോ എന്നാണ് ചോദ്യം. നോമിനേഷൻ നൽകിയതിന് ശേഷം പിൻവലിച്ചു എന്നാണ് പറയുന്നത്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഡീലുണ്ടെങ്കിൽ നോമിനേഷൻ കൊടുക്കുമോ? നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഡീൽ ഉറപ്പിച്ചാൽ പോരെ? അങ്ങനെ ഒരു ഡീല് SDPIയുമായി ചെയ്യേണ്ട ആവശ്യമില്ല. ജനാധിപത്യ മതനിരപേക്ഷതയിൽ വിശ്വാസമുള്ള, ഈ രാജ്യത്തെ നന്മ ഉദ്ദേശിക്കുന്ന, ഈ നാടിൻ്റെ നന്മ ഉദ്ദേശിക്കുന്നവർ മുഴുവൻ ആൾക്കാരും UDFന് വോട്ട് നൽകി UDFനെ വിജയിപ്പിക്കുന്നുള്ള ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ആരുമായും ഡീൽ ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇതുവരെ ഇവിടെ നിങ്ങൾ തന്നെ പറയുകയുണ്ടായി, ഇവിടെ ഇഞ്ചോടിഞ്ച് മത്സരമാണെന്നാണ്. ആരുമായി ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചോടിഞ്ച് മത്സരത്തിനുള്ള പ്രസക്തിയില്ലല്ലോ. ഇവിടെ ഇഞ്ചോടിഞ്ച് മത്സരം നടത്തി കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം പറയുന്നത് ഇഞ്ചോടിഞ്ച് ഒരു മത്സരവുമില്ല, വൺ സൈഡാണ്. ഞങ്ങൾ 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ UDF വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വികസനത്തിൻ്റെ കാര്യം, വികസനം എന്ന് പറയുന്ന ഒരു കാര്യം ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ്. മുസ്ലിം ലീഗ് മത്സരിച്ച് ജയിച്ച് പോയതിനു ശേഷമുണ്ടായ ഒരു വികസനം മാത്രമേ ഇവിടെ കാണാനുള്ളൂ. 8 പഞ്ചായത്തുകളാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. ഈ 8 പഞ്ചായത്തിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ, റോഡുകൾ, മെക്കാഡൻ റോഡുകൾ എന്ന് പറയപ്പെടുന്ന ഈ നാട്ടിലേക്ക് ആദ്യം പരിചയപ്പെടുത്ത മെക്കാഡൻ റോഡ് നമ്മുടെ പ്രതിനിധിയാണ്. അത് റദ്ദുച്ച എന്ന് പറയുന്ന PB അബ്ദുൾ റസാഖ് MLA ആയിരുന്നു. ഇപ്പോഴും നമ്മുടെ കഴിഞ്ഞ 5 വർഷമായി ഈ നാടിൻ്റെ പുത്രൻ എന്ന് പറയാൻ പറ്റുന്ന ശ്രീ AKM മഷ്റഫാണ് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നേതൃത്വം നൽകിയത്. ഇവിടെ വേണ്ട യുവാക്കൾക്ക് വേണ്ട സ്റ്റേഡിയമുകൾ 8 പഞ്ചായത്തിലും സ്റ്റേഡിയമിന് വേണ്ട ആദ്യത്തെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ പ്രഥമ ലോ കോളേജ് അത് ഈ നാട്ടിൽ കൊണ്ടുവന്നത് നമ്മുടെ AKM അഷ്റഫ് സാഹിബാണ്. അതുപോലെ തന്നെ ഒട്ടനവധി റോഡ്, തോട്, അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നമുക്ക് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. 500-ൽ പരം കോടിയുടെ വികസനമാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ അഷ്റഫ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി നമ്മൾ പറയാനുള്ളത്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മത്സരം വരുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും നെഞ്ചിടിപ്പാണ് എന്ന് പറയുകയുണ്ടായി നമ്മുടെ ആങ്കർ. വോട്ടർമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്,
പ്രേക്ഷകരോടും പറയാനുള്ളത്, നിയോജക മണ്ഡലത്തിൻ്റെ പുറത്തുള്ളവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു നെഞ്ചെടുപ്പും വേണ്ട. പൂർണ്ണമായും അനുകൂല കാലാവസ്ഥയാണ് UDFന്. UDF വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ശ്രീ വേലായുധൻ, ഇതിന് മറുപടിയും പറയാം. അതോടൊപ്പം തന്നെ ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് ഇത് നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇത്തവണ താമര വിരിയുമോ? ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ മത്സരം നടക്കുന്നത് NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ്. രാജ്യവ്യാപകമായി മുസ്ലിം ലീഗും CPIMും കോൺഗ്രസും ഉൾപ്പെടുന്ന മുന്നണി കേരളത്തിൽ വെറും കബളിപ്പിക്കലും കേരളത്തിന് പുറത്ത് കൂട്ടുകെട്ട് രാഷ്ട്രീയം, മുന്നണി രാഷ്ട്രീയം അത് സജീവമാണ്. ഈ രാജ്യത്തെ പത്രം വായിക്കുന്ന, ടെലിവിഷൻ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ അറിയുന്ന ഏതൊരാൾക്കും അറിയാൻ സാധിക്കും, മുസ്ലിം ലീഗും CPIMും. തമിഴ്നാട്ടിൽ നോക്കൂ, തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുകയാണ്, ഇന്ത്യ മുന്നണിയാണ് അവിടെ മത്സരിക്കുന്നത്. കേരളത്തിലും ഇന്ത്യ മുന്നണിയാണ്. അപ്രത്യക്ഷമായി അല്ലെങ്കിൽ പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ട് LDFും UDFും എന്ന് പേരിട്ടുകൊണ്ട് ഇന്ത്യ മുന്നണി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന, ജനാധിപത്യത്തെ പരിഹസിക്കുന്ന ഒരു നാടകം, പൊറാട്ട് നാടകമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറയുന്നു. LDFിൻ്റെ പ്രതിനിധികൾ, LDFിൻ്റെ അണികൾക്ക് തന്നെ അദ്ദേഹത്തെ താല്പര്യമില്ല. അദ്ദേഹം കേവലം ഒരു നോക്കുകുത്തിയായിട്ട് മത്സരരംഗത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ 10-15 വർഷക്കാലമായി അല്ലെങ്കിൽ 10-25 വർഷക്കാലമായി ശ്രീമാൻ KG മാരാർജി മത്സരിക്കുന്ന സമയത്ത് 1000-ൽ താഴെ വോട്ടുകൾക്കാണ് BJP അന്ന് പരാജയപ്പെട്ടത്. ശേഷം തുടർച്ചയായി K സുരേന്ദ്രൻ 2016-ൽ കേവലം 89 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അന്ന് പരാജയപ്പെടാനുള്ള കാരണം LDFിൻ്റെ ബഹുഭൂരിപക്ഷം വോട്ടുകളും UDFന്, മുസ്ലിം ലീഗിന് കൊടുത്തു എന്ന് മാത്രമല്ല, ഒരുപാട് ഗൾഫിലുള്ള ആളുകളുടെ വോട്ടുകൾ ഇവിടെ കള്ള വോട്ട് ചെയ്തു. ഞങ്ങൾ അതിനെ ചാലഞ്ച് ചെയ്ത് കോടതിയിൽ പോയി. 290ഓളം വോട്ടുകൾ കോടതിയിൽ ഞങ്ങൾ തെളിയിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അന്നത്തെ വിജയിച്ച MLA അദ്ദേഹം നിർഭാഗ്യവശാൽ മരണപ്പെട്ടതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ K സുരേന്ദ്രനെ വിജയിയായി കോടതി പ്രഖ്യാപിക്കുമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, 2021-ൽ കേവലം 700 വോട്ടുകൾക്ക് മാത്രമാണ് K സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ്, ജനാധിപത്യത്തെ കബളിപ്പിക്കുകയാണ്, ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ്. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള മണ്ഡലങ്ങളിൽ LDFും UDFും സൗഹൃദ മത്സരമാണ് നടക്കുന്നത്. യഥാർത്ഥ ജനാധിപത്യം ആണെങ്കിൽ ഇവർ ഒറ്റ മുന്നണിയായിട്ട് സീറ്റ് പങ്കിട്ടുകൊണ്ട്, സീറ്റ് ഷെയർ ചെയ്തുകൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും CPIMും മത്സരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ KM അഷ്റഫ് MLA, നിലവിലുള്ള MLA എന്ത് വികസനമാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ഒരു സാധാരണക്കാരൻ്റെ, ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ചികിത്സാ സൗകര്യം. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് ഈ മണ്ഡലത്തിലെ എൻഡോസൾഫാൻ ബാധിത മേഖലയായ ഉക്കിനടുക്ക, എൺമകജെ പഞ്ചായത്ത്, പുത്തികെ പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകൾ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻഡോസൾഫാൻ ബാധിത മേഖലയാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പൊറാട്ട നാടകം നടത്തി ഉദ്ഘാടന കർമ്മം 2013-ൽ ശ്രീമാൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ നിർവഹിച്ചു. നമ്മൾ അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചു. അന്ന് വലിയ രീതിയിൽ രാജ്യം മുഴുവനും അല്ലെങ്കിൽ കേരളം മുഴുവനും അത് പരിഹാസ്യ പാത്രമായി അന്നത്തെ മുഖ്യമന്ത്രി. അതിനുശേഷം 2016 മുതൽ ശ്രീമാൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിനുശേഷം ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഒരു പനി വന്നാൽ പോലും കിടത്തി ചികിത്സിക്കാൻ പറ്റാത്ത വണ്ണം കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ അത് കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ കോളേജാണ്. മഞ്ചേശ്വരത്തെയും കാസർഗോഡ് മണ്ഡലത്തിലെയും ജനങ്ങളെ പരിഹസിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, കാസർഗോഡ് ആളുകൾ ജനങ്ങളല്ലേ? കാസർഗോഡ് ജനങ്ങൾ കേരളക്കാരല്ലേ? മഞ്ചേശ്വരത്തെ വോട്ടർമാർ കേരളക്കാരല്ലേ? എന്തിനാണ് നമ്മളോട് ഈ ക്രൂരത ചെയ്യുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. മുസ്ലിം ലീഗിൻ്റെയും CPIMൻ്റെയും MLAമാർ, നേതാക്കന്മാർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മംഗലാപുരത്തെ മെഡിക്കൽ ലോബിയെ സഹായിക്കാൻ വേണ്ടി ഈ മെഡിക്കൽ കോളേജിനെ തളർത്തുകയാണ്. ഒരാളെ പോലും ചികിത്സിക്കാൻ അവിടെ സാധിക്കുന്നില്ല. ഇതിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ MLAക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ സാധിച്ചുവോ? അതുപോലെ നമ്മുടെ ഈ മഞ്ചേശ്വരം താലൂക്ക് രൂപീകരിച്ചിട്ട് ഏതാണ്ട് 13 വർഷക്കാലമായി അങ്ങേറ്റം പരിഹാസ്യമായി ഒരു താലൂക്കിന് ആസ്ഥാനമില്ല. ഇന്നും ഒരു മുതലാളിയുടെ 3 നില കെട്ടിടത്തിൻ്റെ മുകളിലാണ് 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ് പ്രായമുള്ള അമ്മമാരടക്കമുള്ള വയോജനങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക്, താലൂക്ക് ഓഫീസിലേക്ക് പോകുന്നത് ആ 3 നില കെട്ടിടത്തിൻ്റെ കോവണിപ്പടികൾ നടന്നു കയറിയിട്ടാണ്. പിന്നെ എന്തു വികസനമാണ്? അടിസ്ഥാനപരമായ ഒരു താലൂക്ക് രൂപീകരിച്ച ശേഷം താലൂക്ക് ഓഫീസിൽ
ബിൽഡിംഗ് പണിയാൻ പോലും സാധിക്കാത്ത എന്ത് വികസനമാണ് LDFും ഇവിടുത്തെ MLAയും കാഴ്ചവെച്ചത്. ഒട്ടേറെ പ്രശ്നങ്ങൾ, ഇനി സമയമുണ്ടെങ്കിൽ എനിക്ക് പറയാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട, ഈ ഏരിയയുമായി ബന്ധപ്പെട്ട, ഈ താലൂക്കുമായി ബന്ധപ്പെട്ട വികസന മുരടിപ്പിന്റെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാൻ എനിക്കുണ്ട്. ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയാം. അതോടൊപ്പം തന്നെ 2006 മാറ്റി നിർത്തിയാൽ തുടർച്ചയായി 3-ാം സ്ഥാനത്തേക്ക് ഈ മണ്ഡലത്തിൽ LDF പോവുകയാണ്. ഇക്കുറി അതിൽ മാറ്റമുണ്ടാവുമോ ജയാനന്ദയിലൂടെ? പിന്നെ ഈ വേലായുധൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കും മറുപടി പറയാം. ഇത് മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു മണ്ഡലമാണ്. അവതാരകനെ ആദ്യമേ ചോദിച്ചത് മഞ്ചേശ്വരത്തെ ഡീലിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ മികവിനെ അംഗീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാറാൻ വേണ്ടിപ്പോവുകയാണ്. ആ 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രം ഇങ്ങനെ അടർത്തിയെടുത്ത് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് അത്ര ഉചിതമല്ല എന്ന് എൻ്റെ അഭിപ്രായമുണ്ട്. അത് വളരെ ബോധപൂർവമാണ്. കാരണം കേരളത്തിൽ ആകമാനം നടന്നിട്ടുള്ള ഒരു വികസന മുന്നേറ്റമുണ്ട്. ഈ മഞ്ചേശ്വരം മണ്ഡലം, തലപ്പാടി ഈ കേരളത്തിൻ്റെ കവാടമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേരളത്തിൽ 2014 അതിനുശേഷം ഇങ്ങോട്ട് 2 വർഷക്കാലം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വാർത്തകൾ വന്നു. ഏറ്റവും അവസാനം 2016 ഒക്ടോബർ മാസത്തിൽ ദേശീയപാത വികസനം നടക്കില്ല എന്ന് ദേശീയപാത അതോറിറ്റി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂട്ടിപ്പോയതാണ്. 10 വർഷം കഴിയുമ്പോൾ അഭിമാനകരമായി സ്ഥലം ഏറ്റെടുത്ത് ദേശീയപാത ഇപ്പോൾ യാഥാർത്ഥ്യമായി. 1. 2, ഈ കേരളത്തിലെ 64 ലക്ഷം ആളുകൾക്കാണ് ഇന്ത്യക്ക് മാതൃകയായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അത് മഞ്ചേശ്വരം മണ്ഡലം മുതൽ തിരുവനന്തപുരത്തെ 140 മണ്ഡലങ്ങളിലുമുണ്ട്. അക്കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യും. 3-ാമത്തെ കാര്യം, ഈ കേരളത്തിലെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ബഹുമാനപ്പെട്ട UDFൻ്റെ പ്രതിനിധി പറഞ്ഞു, മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ മെക്കാണ്ട ടാറിംഗ് ഉൾപ്പെടെയുള്ള റോഡുകൾ വികസനം വന്നത് ഈ അഷ്റഫിൻ്റെ കാലത്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ MLAയുടെ കാലത്താണ്, ഈ റദ്ദുച്ചയുടെ കാലത്താണെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റദ്ദുച്ചയും നിലവിലുള്ള സ്ഥാനാർത്ഥിയുമെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ മഞ്ചേശ്വരം മണ്ഡലം ഉൾപ്പെടെ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ ദേശീയപാതയോട് ചേർന്ന് കുമ്പളയിൽ നിന്ന് മുള്ളേരിയയിലേക്കുള്ള റോഡുണ്ട്. ആ റോഡ് 2 മണ്ഡലങ്ങൾ പകുത്തെടുക്കുന്നതാണ്. ഒന്ന് കാസർഗോഡും മറ്റൊന്ന് മഞ്ചേശ്വരവും. ഏതാണ്ട് 20-25 വർഷക്കാലമായി ഇതിലെ പോകുന്ന യാത്രക്കാരോട് ചോദിച്ചാൽ മതി, എപ്പോഴാണ് ആ റോഡ് ഇതുപോലെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ഈ റോഡ് മാറിയത്. ഒരൊറ്റ ഉദാഹരണമാണ്. ഇവിടെ നിന്ന് മഞ്ചേശ്വരത്തേക്ക് പോകുമ്പോൾ കർണാടകത്തിലേക്കുള്ള 2-3 റോഡുകളുണ്ട്. പൈവിളകി വഴി പോകുന്ന റോഡുണ്ട്, ഓർക്കാടി വഴി പോകുന്ന റോഡുകളുണ്ട്. ഈ റോഡുകളുടെ എല്ലാം വികസന പ്രവർത്തനങ്ങൾ ഏത് കാലത്താണ് നടന്നത് ഒരു പരിശോധന നടത്തണം. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്, ക്ഷേമം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 140 മണ്ഡലങ്ങളിലും കേരളത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വഭാവം, 3-ാമത് വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തെരഞ്ഞെടുപ്പായി മാറും. അതിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലവും കാണുന്നത്. ഡീലെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഡീലിനേക്കാളും മുമ്പ് ഈ മഞ്ചേശ്വരം മണ്ഡലം ചർച്ച ചെയ്യുന്നത് എന്താണെന്നാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഇവിടെ കൃത്യമായ വർഗീയ കാർഡ് ഇറക്കും. ഇവിടെ പറഞ്ഞില്ലേ ആരെല്ലാമാണ് തമ്മിൽ സഖ്യമെന്നുള്ളതെല്ലാം. ഇവിടെ ഏറ്റവും അവസാനം ഇവിടെ വികസനം ആവശ്യമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട UDFൻ്റെ മെമ്പർ പറഞ്ഞു 500 കോടി രൂപയുടെ വികസനം ഈ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. കുറച്ചപ്പുറത്ത് ഈ ഉദുമ മണ്ഡലത്തിലേക്ക് പോയാൽ അവിടുത്തെ MLA ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അവർ ഒരു കലണ്ടർ ഇറക്കിയിട്ടുണ്ട്. അതിലൊരു സ്കാനർ കോഡുണ്ട്. ആ കോഡ് എടുത്താൽ 2180 കോടി രൂപയുടെ വികസനം ഉദുമ മണ്ഡലത്തിൽ നടക്കുമ്പോൾ ഇവിടെ 500 കോടി രൂപയുടെ വികസനമാണ് നടന്നത്. എന്തുകൊണ്ടാണ് ഇത്ര വ്യത്യാസം വരുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യമായിട്ടുള്ള പ്രപ്പോസൽ ഇതിന് ഭാഗമായിട്ടും നൽകണം. പ്രാദേശികമായിട്ടുള്ള വികസനം ഇവിടെ അല്ല, ഇവിടെ നേരെ മറിച്ച് ഭയപ്പെടുത്തുകയാണ്. എന്താണ് ഭയപ്പെടുത്തൽ? അവർ വന്നിറും, ഇപ്പുറത്ത് ഇവർ വന്നിറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ പാവങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ മതനിരപേക്ഷതയെ, ആ മതനിരപേക്ഷത സംരക്ഷിക്കണം. ആ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഇവിടെ ആ ഭീതി
വർഗീയതയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഈ രണ്ടു കൂട്ടരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് ഞാൻ എത്രയോ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ തെരഞ്ഞെടുപ്പിലും. അപ്പം അതുകൊണ്ട് ഡീലിനെ കുറിച്ചെല്ലാം പറയാനുണ്ട്. ഇവർ രണ്ടാളുണ്ടല്ലോ, ഇവർ രണ്ടാളും ചേർന്നിട്ട് ആ പയ്യോളിക പഞ്ചായത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട്. ആ ചെയർമാൻ ആരാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, ആരാണ് വോട്ട് ചെയ്തത് എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അതുകൊണ്ട് ഡീലിനെ കുറിച്ച് പറയാൻ ധാരാളമുണ്ട്. പക്ഷേ മഞ്ചേശ്വരത്തിൻ്റെ വികസനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വികസനം കേരളത്തിലെ ആകെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ സ്വാഭാവികമായും മഞ്ചേശ്വരം വേർപെട്ട് എടുത്തിങ്ങനെ പരിശോധിക്കേണ്ടതല്ല, നേരെ മറിച്ച് കേരളം ആകെ പരിശോധിക്കേണ്ടതാണ്. നമുക്ക് പെൻഷൻ കെട്ടണം, നമ്മുടെ സഹോദരിമാർക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കണം, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല വിദ്യാലയം വേണം, നമുക്ക് നല്ല ആശുപത്രികൾ വേണം. അത് കഴിഞ്ഞ 10 വർഷക്കാലമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. ആ യാഥാർത്ഥ്യമായി തുടരണം എന്നാണ് മഞ്ചേശ്വരത്തെ ജനത ഇടതുപക്ഷത്തോട് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞില്ലേ, 40 വർഷക്കാലമായി ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ചൂടും ചൂരും അറിയുന്നതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. അല്ലാതെ വിരുന്നിന് വരുന്നതല്ല കേട്ടോ, വിരുന്നിന് വരുന്ന സ്ഥാനാർത്ഥി അല്ല കേട്ടോ. 5 വർഷം കൂടുമ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലേ ഒരു മഹാൻ, അതുപോലെയല്ല. ഇവിടെ 40 വർഷക്കാലമായി ഇവിടെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും നിങ്ങളങ്ങനെ വേദനപ്പെടില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മുടെ CPIMൻ്റെ പ്രതിനിധി ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കേട്ടു. അതിൽ പ്രധാനമായി പറഞ്ഞത് നമ്മുടെ ദേശീയപാതയെ സംബന്ധിച്ചാണ്. എനിക്ക് സത്യത്തിൽ ചിരി വരികയാണ്. നാഷണൽ ഹൈവേ എന്നാണ് അതിൻ്റെ പേര്, ദേശീയപാത. ദേശീയപാത കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം കോടാനുകോടി രൂപയുടെ ദേശീയപാത വികസനം നടന്നു വരികയാണ്. 2014 വരെ നമ്മുടെ ഭാരതത്തിൽ ഒരു ദിവസം ശരാശരി 12 കിലോമീറ്റർ ദേശീയപാതയാണ് നിർമ്മിച്ചു കൊണ്ടിരുന്നത്. ഇന്നത് 39 കിലോമീറ്റർ ഹൈവേ ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവകാല റെക്കോർഡാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടി 12 നാഷണൽ ഹൈവേകൾ കടന്നു പോകുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ NH66. അതിന് ആദ്യമായി ഈ പാതയുടെ അലൈൻമെൻറ്റും മറ്റു കാര്യങ്ങൾക്ക് മുമ്പാകെ കേരള ഗവൺമെൻറ്റുമായി സംസാരിച്ചപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സാധാരണ രീതിയിൽ ഒരു സംസ്ഥാനത്ത് ഏത് കേന്ദ്ര പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. എല്ലായിടത്തും ഞങ്ങൾ പണം തരാം, ഞങ്ങൾ പദ്ധതി നടപ്പിലാക്കാം, നിങ്ങൾ സ്ഥലം തരൂ. പക്ഷേ ഈ ഹൈവേയുടെ കാര്യത്തിൽ വലിയ ചിലവേറിയ പദ്ധതി ആയതുകൊണ്ട് കേരള സർക്കാർ സമ്മതിച്ചത് 25% സ്ഥലം ഏറ്റെടുക്കാനുള്ള 25,000 കോടി രൂപയുടെ 25% ഞങ്ങൾ തരാം എന്ന്, കാൽഭാഗം തരാമെന്ന് സമ്മതിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മതിച്ചതാണ്. പിന്നീട് കേരള ഗവൺമെൻറ് കൊടുത്തത് എത്രയാ? 5,600 ചില്ലറ കോടി മാത്രം. അതായത് അതിൻ്റെ 1/5 മാത്രം. അതൊരു സത്യമല്ലേ? CP സമ്മതിക്കുന്നില്ലേ? മാത്യു, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലല്ലാതെ ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുപ്പിന് ഞാൻ പറയട്ടെ, സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൂളിലേക്ക് ഫണ്ട് അടച്ചത്? പറയൂ. എന്റെ ചേട്ടാ, നിങ്ങൾ ഈ പത്രം വായിക്കുന്നില്ലേ? മഹാരാഷ്ട്ര 13,000 കോടി കൊടുത്തു. UP ഞാൻ തെളിയിക്കാം, വിവരാവകാശ രേഖയുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും ദേശീയപാത സ്ഥലമെടുപ്പിന് പണം കൊടുത്തിട്ടുണ്ട്. അതൊരു അത്ഭുതമല്ല. പെട്ടെന്ന്. അപ്പോ ഈ ഒരു ദേശീയപാത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവകാശം ഉന്നയിക്കുന്നത് വളരെ മൗഢ്യമാണ്. ഈ നാഷണൽ ഹൈവേ NH66 മാത്രമല്ല, 12 ഹൈവേകൾ കേരളത്തിൽ കൂടി കടന്നുകൊണ്ട് അതിനൊന്നും പണം കൊടുത്തിട്ടില്ല. LDFന്റെ പ്രതിനിധി നേരത്തെ പറഞ്ഞത് പ്രകാരം ദേശീയപാതയുടെ വലിയൊരു മഹത്വം പറഞ്ഞു, വലിയ നേട്ടമായി പറഞ്ഞു. ഞാൻ UDFന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, എക്സ്പ്രസ് ഹൈവേ എന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മന്ത്രി MK മുനീർ സാഹിബ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ LDFകാർ പറഞ്ഞത് ഗോപാലൻ്റെ പശുവിനെ അങ്ങേ ഭാഗത്ത് പോയിട്ട് കെട്ടാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് സമരം ചെയ്തവരാണ് നിങ്ങൾ. പിന്നെ ദേശീയപാത 45 മീറ്ററും 60 മീറ്ററും തമ്മിലുള്ള വീതിയുടെ പ്രശ്നം അത് തീർത്തത് പ്രതിപക്ഷവും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഒന്നിച്ചു പോയി കേന്ദ്ര പൊതുമരാമത്ത് മന്ത്രിയോട് പറഞ്ഞ് അവിടെ കണ്ട് സംസാരിച്ച് നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി 45 മീറ്ററിൽ ഒതുക്കണമെന്ന് പറഞ്ഞ് ഒരു ഐക്യത്തോട് പോയി പറഞ്ഞതിൻ്റെ പ്രകാരമാണ്. അതുകൊണ്ട് ഒറ്റക്ക് ഭരിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് അതിന് നിങ്ങൾ അവകാശപ്പെടണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു. വികസനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടനവധി വികസനങ്ങൾ 139 നിയോജക മണ്ഡലത്തിലും കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് തുടങ്ങി വെച്ച ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്.
നിങ്ങൾ ഔദാര്യത്തിലെങ്കിലും നിങ്ങൾക്ക് ആ മെഡിക്കൽ കോളേജിനൊന്ന് നന്നാക്കാമായിരുന്നു. അത് ഭരണപക്ഷത്തിലുള്ളവരല്ല, പ്രതിപക്ഷത്തിലെ MLA ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ടുള്ള ഒരു അവഗണനയാണ് നിങ്ങൾ നടത്തുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. 2000 കോടിയുടെ ഫണ്ട് കൊണ്ടുവന്നാണ് പറഞ്ഞത്. ഒരു പ്രതിപക്ഷത്തുള്ള MLA ആണ് 5000 ചില്ലാനും കോടി രൂപയുടെ ഫണ്ടും വികസനവും ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് 560. ബേജാറണ്ട, പറയാം തെറ്റിപ്പോയതാ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആവേശം നല്ലതാ. 560 കോടി രൂപയുടെ വികസന ഫണ്ട് ഒരു പ്രതിപക്ഷ MLA ആണ് കൊണ്ടുവന്നത്, ഭരണപക്ഷ MLA അല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുപോലെ ഈ നാടിൻ്റെ പൾസ് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് കൊണ്ടുവന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക്, നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് 8 കോടി രൂപയുടെ വികസന ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ മഞ്ചേശ്വരത്തിലുള്ള ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻ്ററിലേക്ക് 8.5 കോടി രൂപയുടെ വികസന ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത്, പിന്നെ ഡീലിൻ്റെ കാര്യം പറഞ്ഞു, ഡീല് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു. ഡീല് ഒരു നിലക്കും ഞങ്ങൾക്ക് നടത്തേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് മൈക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാന്നേ, നിങ്ങൾ പ്രശ്നമാക്കല്ല. നിങ്ങൾക്ക് മൈക്ക് തരും, അപ്പം ചോദിക്കാം, അന്നേരം ഞാൻ മറുപടി പറയാം. ഡീല് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ 2ാം ഊഴം കഴിഞ്ഞു, പിണറായി സർക്കാർ 3.0 വരുമെന്നാണ് പറയുന്നത്. എവിടെയൊക്കെ ഏതെല്ലാം രീതിയിൽ അന്തർധാര ഉണ്ടാക്കി എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. ഏതെല്ലാം രീതിയിൽ RSSകാരുമായിട്ട് എങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ CPMൻ്റെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ ദേശീയപാത വികസനം ശരിയാണ്, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നാഷണൽ ഹൈവേ നടപ്പിലാക്കുന്നത്. പക്ഷേ 2014 ഒക്ടോബർ മാസം 26-ാം തീയതി മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്ത, ഞാനത് സമയക്കുറവുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. അതിൽ ദേശാഭിമാനിയല്ല കേട്ടോ, മാതൃഭൂമി, ദേശീയപാത വികസനം മതിയാക്കി അതോറിറ്റി എന്നാണ്. അതിൻ്റെ വിശദീകരണമുണ്ട്. 2014 ഒക്ടോബർ മാസം 26-ാം തീയതി നമ്മുടെ വേലായുധ ചേട്ടൻ പറഞ്ഞ പോലെ രേഖയല്ല, ഈ രേഖ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞുവല്ലോ, ഈ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആരോഗ്യകരമായിട്ടൊരു സംവാദമാകാം. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ കൃത്യമായി ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിലും വിശേഷിച്ച മഞ്ചേശ്വരം മണ്ഡലത്തിലും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടെ നടപ്പിലാക്കിയത് എന്ന് പറയാൻ ഞങ്ങൾക്ക് വളരെ നല്ല ആത്മവിശ്വാസമുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിജി മാത്യു, കേരളം മാത്രമാണ് വൻ സംഭവം. എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ ടിക്കറ്റ് എടുത്തു തരാം. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്കൊന്ന് യാത്ര ചെയ്യാം. എവിടെ UP-യിൽ 12 വരിപ്പാതയാണ്, കർണാടകയിൽ 12 വരിപ്പാതയാണ്, മഹാരാഷ്ട്രയിലുണ്ട്, എല്ലായിടത്തും ഹൈവേ. വെല്ലുവിളി സ്വീകരിക്കുന്നു, പോയി നോക്കൂ നിങ്ങൾ. മഹാരാഷ്ട്ര വരൂ. ഈ കേരളം മാത്രമല്ല, 2014 ശേഷം രാജ്യവ്യാപകമായി വികസനത്തിന്റെ പുതിയ ചക്രവാളം തുറന്നിരിക്കുകയാണ്. സാഗർമാല പദ്ധതി പ്രകാരം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം 6 വരിപ്പാതകൾ, 8 വരിപ്പാതകൾ, 12 വരിപ്പാതകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടമാണ്. കണ്ണടച്ചിട്ട് കാര്യമില്ല, പോയി കാണണം. കേരളത്തിനും പുറത്തൊരു ലോകമുണ്ടെന്ന് അറിയണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ജൻസിയോട് ചോദിക്കൂ, പുതിയ തലമുറയോട് ചോദിക്കൂ, അവരെല്ലായിടത്തും യാത്ര ചെയ്യുന്നുണ്ട്. 37,000 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് UP, ഉത്തർപ്രദേശ്. സർവസംഘ പരിത്യാഗിയായ, അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, സ്വജന പക്ഷപാതമില്ലാത്ത ഒരു സന്യാസി വര്യൻ ആ നാട് ഭരിക്കുമ്പോഴുള്ള മാറ്റമാണ്. അതാണ് ജനനായകൻ. ഒരുപാട് പിന്നെയും പറയാനുണ്ട്, സമയക്കുറവുണ്ട്. ഇനിയും അവസരം തരികയാണെങ്കിൽ, നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം മണി പോലെ പറയാൻ തയ്യാറാണ്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. എല്ലാ സംസ്ഥാനത്തും ഈ നാഷണൽ ഹൈവേ 60 മീറ്ററാണ്. 6 വരിപ്പാത, 2 ഭാഗത്തും 2 വരി സർവീസ് റോഡ്, അങ്ങനെ 10 വരിപ്പാത. തുടർന്ന് നടക്കാനുള്ള ഫുട് പാത്ത്, അതും കഴിഞ്ഞ് 7.5 മീറ്റർ സ്ഥലം ബാക്കി കിട്ടുമായിരുന്നു. എന്തുകൊണ്ട്? UDF-ഉം LDF-ഉം ഒന്നിച്ചു പ്രമേയം പാസാക്കി. കേരളത്തിൽ ദേശീയപാതയ്ക്ക് 30 മീറ്റർ സ്ഥലം മതി എന്ന്. മറ്റെല്ലായിടത്തും 60 മീറ്റർ സ്ഥലമുണ്ട്. ലോകം വികസിക്കുകയാണ്. റോഡ് നിർമ്മിക്കുമ്പോൾ 100 കൊല്ലം മുന്നോട്ട് നോക്കണം. അടുത്ത തലമുറക്കും അതിനപ്പുറത്തെ തലമുറക്കും ജീവിക്കാനുള്ളതാണ് റോഡും പാലങ്ങളും. ഈ ഡീലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് ആദ്യം ചോദിക്കാം. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി വേണം. ഒന്ന്, ഈ പൈവള്ളികെ പഞ്ചായത്തിലെ ആരോഗ്യ
വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോടാണ് തെരഞ്ഞെടുപ്പിൽ ചോദിക്കുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഇത് BJP-യോടും UDF-നോടുമാണ്. തെരഞ്ഞെടുപ്പിൽ അവിടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച സുമന ഭട്ടിനെ അതേ പൈവള്ളിക പഞ്ചായത്തിലെ 21-ാം വാർഡിൽ ജയിച്ച UDF-ന്റെ സ്ഥാനാർത്ഥി മിസിരിയ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇപ്പോൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്ത് BJP-യുടെ സുമന ഭട്ട് ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾ രാജിവെക്കുമോ എന്നാണ് ചോദ്യം. ഒരു വിഷവുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് സിജി മാത്യു ഞങ്ങൾ 3 പേരും ജനപ്രതികളായിരുന്നവരാണ്. ഇദ്ദേഹം ഇപ്പോഴും നിലവിലും പ്രസിഡന്റാണ്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വായിച്ച പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ട് കടന്നാൽ അവിടെ രാഷ്ട്രീയമില്ല. ഉണ്ടോ? രാഷ്ട്രീയമില്ല. അതാണ് നിങ്ങൾ പഞ്ചായത്ത് രാജ് വായിക്കണം, പഞ്ചായത്ത് രാജ് നിയമം വായിക്കണം. അവിടെ രാഷ്ട്രീയമില്ല. വികസനത്തിനു വേണ്ടി എല്ലാവരും ഒന്നിച്ച് അവിടെ ഭരണസമിതി എന്നാണ്. കേൾക്കൂ സഹോദര, ഒരു പഞ്ചായത്തിൽ 25 ജനപ്രതിനിധികളുണ്ടെങ്കിൽ അവരെ പറയുന്ന പേര് പഞ്ചായത്ത് ഭരണസമിതി എന്നാണ്, അല്ലേ? പഞ്ചായത്ത് ഭരണസമിതി അല്ലേ? ചോദിക്കോ. അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവുമില്ല. ആദ്യം വായിക്കൂ, പഞ്ചായത്ത് രാജ് നിയമം വായിക്കൂ, അതിലെ ഭേദഗതി വായിക്കൂ. കാര്യമറിയാതെ കൂക്കിയിട്ട് കാര്യമില്ല, ഉത്തരം മുട്ടുമ്പോൾ കൂക്കിയിട്ട് കാര്യമില്ല. പഞ്ചായത്ത് രാജ് പ്രകാരം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ ഭരണ സംവിധാനം രാഷ്ട്രീയ വിമുക്തമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടാവാം, പക്ഷേ ഭരണസമിതിയിലെത്തിയാൽ, തെരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാവരും ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു 5 വർഷക്കാലം, ഇദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു. ഞങ്ങളെല്ലാവരും, എൻ്റെ പഞ്ചായത്തിൽ 14 LDF അംഗങ്ങളും 1 BJP അംഗവുമായിരുന്നു. ഞങ്ങൾ 15 പേരും ഭരണസമിതി അംഗങ്ങളായിരുന്നു. ഇദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വികസനത്തിൽ ഒരേ മനസ്സായിരുന്നു. ഇതാണ് ആരോഗ്യകരമായ ജനാധിപത്യം. പക്ഷേ നിയമസഭയിലും ലോക്സഭയിലും രാഷ്ട്രീയ പോരാട്ടമാണ്. അത് പാർലമെന്റിനകത്തും നിയമസഭക്കകത്തും. ആദ്യം പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കൂ, അതിനെക്കുറിച്ച് മനസ്സിലാക്കൂ, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കൂ. അല്ല, അതിനെ പറ്റിയിട്ട് LDF-ൻ്റെ അംഗങ്ങൾക്ക് നല്ല ബോധമുണ്ട്. കഴിഞ്ഞ കുമ്പള പഞ്ചായത്ത് കഴിഞ്ഞ ടർമിൽ അവർ വേണ്ട പോലെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഡീലും BJP ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ LDF-ൻ്റെ പ്രതിനിധികൾക്ക് കുറച്ച് ഔത്സുക്യം ഉണ്ടാവും. കാരണം കുറേ വർഷമായി പൈവളിക്ക പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടുണ്ടായിരുന്നവരാണ്. അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാവും. നിങ്ങളെ വിഷമം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ ആരുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ടില്ല. അല്ല, നിങ്ങൾക്ക് വികസന പ്രശ്നങ്ങളും കൂടെ ഈ ഒരു സദസ്സിൽ ചോദിക്കാനുള്ളതാണ്. ഒരേ വിഷയത്തിൽ മാത്രം നിങ്ങൾ നിൽക്കരുത്. ഞങ്ങൾക്കൊരു ഡീലും ഇല്ല. BJP ആയിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് എതിരാളികളാണ്. BJP NDA UDF-ഉമായിട്ടാണ് മത്സരിക്കുന്നത്. ഡീല് നടക്കുന്നത് കേരളത്തിലെ ഇന്ത്യ മുന്നണികൾ തമ്മിലാണ്. ഷീറ്റ് പരസ്പരം സൗഹൃദ മത്സരമാണ്. 4 വർഷം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ BJP-യുടെ ജില്ലാ ആസ്ഥാനത്തിന് BJP പ്രവർത്തകന്മാർ 4 വർഷം മുമ്പ് പൂട്ടിടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വിശദീകരിക്കാമോ? മറ്റൊന്ന് ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഹോട്ടലുകൾ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഗ്യാസ് ഇല്ലാത്തതിൻ്റെ കാരണം. ഇറാനിൽ ഒരു യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയിൽ ഗ്യാസ് ഇല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഒരു ഗ്യാസ് പോലും ആവശ്യത്തിന് കേന്ദ്രീകരിക്കാൻ കഴിയാത്ത കേന്ദ്ര സർക്കാരാണ് നിലവിലുള്ളത്. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? അല്ല, അദ്ദേഹം മറുപടി പറയട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് മൈക്ക് തരാം. എല്ലാത്തിനും ഉത്തരമുണ്ട്. 2 ചോദ്യത്തിനും ഉത്തരം പറയാം. BJP ഓഫീസ് എല്ലാ ദിവസവും തുറക്കും, വൈകുന്നേരം പൂട്ടും, പിറ്റേ ദിവസം തുറക്കും, വീണ്ടും പൂട്ടും. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചേട്ടൻ ഇന്നത്തെയും പത്രം വായിച്ചോ? TV-യിലെ വാർത്ത കണ്ടുവോ? സോഷ്യൽ മീഡിയയിലെ വിവരം കണ്ടുവോ? ഹോർമുസ് കടലിടുക്കിൽ കൂടി ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയുമായി ലക്ഷക്കണക്കിന് ഗാലൻ പെട്രോളുമായി ഭാരതത്തിന്റെ മാത്രം കപ്പലുകൾ കടന്നുപോകുന്നു. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായി ഹോർമുസ് കടലിടുക്കിൽ കൂടി ഇറാൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി പ്രിയമുള്ളവരെ, ഭാരത പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ഇറാനും ഇസ്രായേലും യുദ്ധം ചെയ്യുമ്പോൾ 2 പേരുമായി സൗഹൃദം.
അതിനിടയിലെ ഇന്ററിം ട്രേഡ് എഗ്രിമെന്റ് അമേരിക്കയുമായി ഈ അടുത്ത കാലത്ത് ഫെബ്രുവരിയിൽ നടത്തിയ എഗ്രിമെന്റും കൂടി ചർച്ച ചെയ്യണം. ഭാരതത്തിൽ അല്ല ഞാൻ പറഞ്ഞു മുഴുവിപ്പിക്കും. ഭാരതത്തിലെ നിങ്ങൾ ദയവ് ചെയ്ത് പാനിക്ക് സൃഷ്ടിക്കരുത്. LDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകളെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണ്. നിങ്ങൾക്ക് ഗ്യാസ് കിട്ടും, അനാവശ്യമായ ബുക്കിംഗ് ആണ്. ഇതുവരെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുണ്ട്, പക്ഷെ 6 മാസത്തിലൊരിക്കൽ പോലും ഗ്യാസ് അല്ല പറയട്ടെ ചേട്ടാ, 6 മാസത്തിലൊരിക്കൽ പോലും ഗ്യാസ് വാങ്ങാത്ത ആളുകളെ ബുക്ക് ചെയ് അങ്ങനെ ഭീതി സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ലോകത്തിൽ 2 മാസത്തേക്ക് ആവശ്യമുള്ള പെട്രോളും ഡീസലും ഗ്യാസും എല്ലാം സ്റ്റോക്കുള്ള ഏക രാഷ്ട്രം ഭാരതമാണ്. എത്ര കുറ്റി ഗ്യാസ് വേണം? അല്ല ഒരു മിനിറ്റ്, അത് ശരിയാണ്. ആ കുമ്പളയിൽ അപ്പുറത്തൊരു ഗോകുൽ ഹോട്ടൽ ഉണ്ട്. ഒന്ന് ആ സ്വാമിയോട് പോയിട്ട് പറഞ്ഞു കേട്ടോ, ആ സ്റ്റോക്ക് ഉണ്ട്, അതുകൊണ്ട് ഹോട്ടൽ തുറക്കണോന്ന് കേട്ടോ. ജോറായി തുറക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും രാഷ്ട്രീയ പ്രേരിതമായി ഗ്യാസ് കിട്ടുന്നില്ല എന്ന ഹോർമിസ് കടലെടുത്ത് കപ്പൽ വന്നില്ലേ? കപ്പൽ വന്നില്ലേ? ഒരു കാര്യം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ശ്രീലങ്കക്ക് 36,000 ഗ്യാസ് കൊടുത്തു. നമ്മളെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പരസ്പരം യുദ്ധം ചെയ്യുന്ന 2 രാഷ്ട്രവുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിലേക്ക് ചുങ്കം 18%. അവിടുന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നം, വ്യവസായ ഉൽപ്പന്നം, ഭക്ഷണ ഉൽപ്പന്നം മുഴുവനും സീറോ ടാക്സ് ആണ്. ഈ മാർച്ച് മാസത്തിൽ നിലവിൽ വരുമെന്നാണ് പറഞ്ഞത്. ഒരു ചോദ്യം ഇദ്ദേഹത്തോട് ചോദിക്കണുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ ഓച്ചാനിച്ച് അമേരിക്കയുടെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേട് ഈ രാജ്യത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. BJP ഭരിക്കുമ്പോൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. UDF-ന്റെ ആളോടും LDF-ന്റെ ആളോടാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോ സ്റ്റേറ്റ് ഇലക്ഷനാണ് നടക്കുന്നത്. നമ്മളിപ്പോ രാഷ്ട്രത്തിന്റെ യിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയത് ഈ നാട്ടിൽ ഈ ലോക്കലായിട്ട് ഏത് ഇംപ്രൂവ്മെന്റ് വേണം? ഏത് ഇംപ്രൂവ്മെന്റ് ആണ് വേണ്ടത്? ഏത് ഇംപ്രൂവ്മെന്റ് ആണ് വേണ്ടത്? ചോദിക്കട്ടെ. കഴിഞ്ഞ 40-50 കൊല്ലമായിട്ട് UDF ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. 10-25 കൊല്ലമാണ് ഇവിടെ MLA വരുന്നത്, UDF-ന്റെ MLA ആണ്. ഇവിടെ എന്താണ് നേട്ടം കൊണ്ടുവന്നത്? കുമ്പളയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല, ഒരു മാർക്കറ്റ് ഇല്ല, ഒരു ജനങ്ങൾക്ക് ആവശ്യമായ മൂത്രപ്പുരയില്ല. എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇനി ഉത്തര പറയണം, 2 കൂട്ടർ ഉത്തര പറയണം. കുമ്പളയിൽ മാർക്കറ്റ് വരും, ബസ് സ്റ്റാൻഡ് വരും, മൂത്രപ്പുരയും വരും. എട്ട് പഞ്ചായത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കുന്നു. ഇതെല്ലാം വരും, വികസനം വരും. കാര്യമില്ല, നിങ്ങൾ പറയുന്നത് കേൾക്കില്ല, ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ സ്ഥിരമായിട്ട് UDF ആണ് MLA വരുന്നത്. സ്ഥിരമായിട്ട് MLA വരുന്നത് UDF ആണ്. ഇവിടെ സ്ഥിരമായിട്ട് കുമ്പള പഞ്ചായത്ത് ശരിയാണ്, സ്ഥിരമായിട്ട് MLA വരുന്നത് UDF ആണ്. ഇപ്രാവശ്യം UDF തന്നെ വരും. ഉത്തരം പറയൂ. ഇത് ആൻസർ അല്ല. കുമ്പള പഞ്ചായത്തും ഭരിക്കുന്നത് UDF ആണ്. ഈ പ്രാവശ്യം 8 പഞ്ചായത്ത് നിങ്ങൾ ഭരിക്കുന്നുണ്ട്. മാത്രം നിങ്ങൾ എന്താ ഇംപ്രൂവ് ചെയ്തത്? ഈ കുമ്പളന്റെ ആള്, ഈ കുമ്പളക്കാര് വേലായുധൻ സാർ ഒരു ചോദ്യം ചോദിച്ചു. ആദ്യം നിങ്ങൾ ഇറാന്റെ കൂടെയാണോ, നിങ്ങൾ അമേരിക്കയുടെ കൂടെയാണോ? അല്ല, ആ പ്രാദേശിക വികസന പ്രശ്നമാണ് അവർ ചോദിച്ചത്. അതിനൊരു മറുപടി കൂടെയാണോ? കുവൈറ്റ്, സൗദി, ആ കുമ്പളയിലെ മൂത്രപ്പറ എന്തുകൊണ്ടാക്കാത്തത്? ഞങ്ങളെ രാഷ്ട്രത്തിന്റെ കൂടെയാണ്. ഞങ്ങളെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവൻ ഏത് ശക്തിയുടെ മുന്നിലും തലകുനിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ തലകുനിച്ചതിന്റെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങണമെങ്കിൽ അമേരിക്കയോട് ചോദിക്കേണ്ട ഗതികേട് ഇന്ന് വരെ ഈ രാഷ്ട്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ആരോടും ചോദിക്കണ്ട. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയും. ഇവിടെ ബസ് സ്റ്റാൻഡ് വരും,
ഇവിടെ മാർക്കറ്റ് വരും, ഇവിടെ ടേക്ക് എ ബ്രേക്കും വരും, ഈ കാലയളവിൽ വരും. അവര് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുക്കിയാൽ ഇങ്ങനെ ഞാനെന്താ ഭൂതത്താനാട്ടോ നാളെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ. ഭരണപരമായ അടുത്ത കാലയളവിൽ അതിന് മറുപടി പറഞ്ഞു കഴിയട്ടെ. ഞാൻ പറയണ്ട്, എനിക്ക് പറയണ്ട്. പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഇവരെന്നോട് ചോദിച്ചുവല്ലോ, ഈ ഇന്ത്യയിലെ പ്രാദേശിക വികസനം, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഈ ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമായി പ്രാദേശിക വികസനത്തിന് വേണ്ടി ഫണ്ട് അലോട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ആയിരുന്നു മുമ്പ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കാം, സംവാദം നടത്താം, നമ്മൾ തമ്മിൽ ഒരു ചലഞ്ച് ഏറ്റെടുക്കാം. നമ്മൾ തമ്മിൽ ചലഞ്ച് എടുക്കാം. നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? എന്നാ പിന്നെ ഇത്തവണത്തെ അലോട്ട്മെന്റ് എത്രയാണ്? പറയൂ, അലോട്ട്മെന്റ് എത്രയാ? എന്റെ അല്ല പറയും. നിങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് നിങ്ങൾ കേരള. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കുമ്പള ഗ്രാമപഞ്ചായത്തിന് ജനസംഖ്യ അടിസ്ഥാനത്തിൽ, പ്ലാൻ ഫണ്ട് അടിസ്ഥാനത്തിൽ പ്രാദേശിക വികസനത്തിന് മൂത്രപ്പുര ഉണ്ടാക്കാൻ, റോഡ് ഉണ്ടാക്കാൻ, സ്കൂൾ കെട്ടിടം ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ കഞ്ഞി കൊടുക്കാൻ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കണമെങ്കിൽ നല്ല ധാരണയുള്ള, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പഞ്ചായത്ത് ഭരണസമിതി വേണം. അത് കുമ്പളയിലില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം ഇവിടെ നേരത്തെ നമ്മുടെ BJPയുടെ പ്രതിനിധി ചോദിച്ചു ആർക്കൊപ്പമാണ് എന്നുള്ളത്. ഞങ്ങൾ അർത്ഥശങ്കയ്ക്കിടയിലാതെ വരുന്നു. ഇസ്രായേലും അമേരിക്കയും തെമ്മാടി രാഷ്ട്രങ്ങൾക്കെതിരാണ് ഈ ഇന്ത്യയിലെ ഇടതുപക്ഷം. എന്താ സംശയം? ഞങ്ങൾ ഒപ്പം, ഒരു സംശയമില്ല. സാധാരണ രാജ്യത്തിലെ കഷ്ടം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ ബൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നാണം കെട്ട അവസ്ഥയല്ല. എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദമുള്ള രാജ്യം. നമ്മളെ ബഹുമാനപ്പെട്ട UDFന്റെ പ്രതിനിധിയാണ്. നമ്മുടെ കുമ്പള പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിന്റെ കാര്യം, മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു. എൻ്റെ പൊന്നോ, കുമ്പള പഞ്ചായത്തിലെ ഒരു 4 ബസ് വെയിറ്റിംഗ് ഷെൽട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്ത കാര്യമാണ്. കേവലം 2 ലക്ഷം രൂപ വരുന്ന ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിന് 40 ലക്ഷം രൂപയോളം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവമുണ്ട്. അതിനെതിരെ നിങ്ങൾ എന്താണ് പറയാനുള്ളത്? അതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഏതെങ്കിലും പ്രാദേശിക കോൺട്രാക്ടർമാരല്ല. മറുപടി പറയട്ടെ. കേരള സർക്കാരിന്റെ അക്രഡിറ്റ് ഏജന്റ് ആണ് അതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അവർക്കറിയാം. അവിടെ നിങ്ങൾക്കറിയാലോ, സാധാരണ രീതിയിൽ ഒരു കോൺട്രാക്ടർ LSTDന്റെ കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ LSTDയുടെ എഞ്ചിനീയർമാരാണ് അതിനെ എസ്റ്റിമേഷൻ ചെയ്യലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത് അക്രഡിറ്റ് ഏജന്റ് ആണ് അതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അഴിമതി ഉണ്ടെന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വിജിലൻസിന് കത്ത് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ ബില്ല് അനുവദിക്കപ്പെട്ടിട്ടും ഇല്ല. അതിന് ശേഷം മാത്രമേ ബില്ല് അനുവദിക്കുകയുള്ളൂ. അതിൻ്റെ അക്രഡിറ്റ് ഏജൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം, സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എന്തൊക്കെയാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് ഫണ്ട് ഇനി അനുവദിക്കുകയുള്ളൂ. കരാർ അതല്ല പറഞ്ഞ അക്രഡിറ്റ് ഏജൻറ്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഭർത്താവല്ല, അതിന്റെ അക്രഡിറ്റ് ഏജന്റാണ് എഗ്രിമെന്റ് വെച്ചത്. നിങ്ങൾ പോയി നോക്കണം, നിങ്ങൾക്ക് അറിയായിട്ടാണ്. ഒന്ന് വിവരാവകാശ പ്രകാരം ഒന്ന് നിങ്ങൾ കൊടുത്തു നോക്കും. പിന്നെ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു. മാർക്കറ്റ് തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കണ്ടക്ട് വന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാട് നമ്മൾ അത് ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്. അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്കിന്റെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. സ്ഥലങ്ങളിടത്ത് മാത്രമേ അതൊക്കെ പണിയാൻ പറ്റുള്ളൂ. അത് നല്ല സ്ഥലത്താണുള്ളത്. നിങ്ങൾക്ക് അവിടെ പോയി പാർക്ക് ചെയ്ത് ആ കാര്യങ്ങൾ സാധിക്കാവുന്നതാണ്. ഇനി എന്താ വേറെ ചോദ്യം ഒന്നും വിട്ടുപോയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട BJP പ്രതിനിധി, മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുമ്പള പഞ്ചായത്തിൻ്റെ BJP ലീഡർമാരോട് ഒന്ന് ചോദിച്ചാൽ നല്ലതായിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് ബാധിക്കുന്ന ജനകീയ പ്രശ്നം വന്ന കുമ്പള ടോൾ സമരവുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാട് എന്തായിരുന്നു എന്ന്. ആ ടോൾ സമരത്തിന് നേതൃത്വം കൊടുത്ത BJP ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടി, BJP SDP ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചു നിന്ന് ടോൾ സമരത്തിന് സമരം ചെയ്യുമ്പോൾ BJPക്കാർ അതിന് തിരിഞ്ഞോടുകയാണ് ചെയ്തിട്ടുള്ളത്.
അതിന് നേതൃത്വം കൊടുത്ത ജനകീയനായ MLA ആണ് AKM അഷ്റഫ്. അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ആരിക്കാടി ടോൾ ബൂത്തുമായി ബന്ധപ്പെട്ട ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ അത് താൽക്കാലികമായിരുന്നു. കാരണം പെരിയ ചാലിങ്കാലാണ് യഥാർത്ഥത്തിൽ ടോൾ ബൂത്ത് വരേണ്ടത്. താൽക്കാലിക പറയുന്ന കേൾക്കും, നിങ്ങൾ ഉത്തരം പറയാം. അത് പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു BJP അങ്ങനെ ഒരു സമര നാടകം നടത്താതിരുന്നത്. ഞങ്ങൾ ഇടപെട്ടു, ആ പ്രശ്നം പരിഹരിച്ചു. വെറുതെ സമര നാടകം നടത്താൻ ഞങ്ങളില്ല. നിങ്ങളെ MLA ആ പ്രശ്നം പരിഹരിക്കുമെന്നറിഞ്ഞ് വെറുതെ ഒരു നാടകം നടത്തിയത് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2000 രൂപ BJP കൊടുക്കുന്നതെന്നാണ് പറഞ്ഞ പെൻഷൻ പൈസ. അതിൽ കേരളത്തിൽ മാത്രം കൊടുക്കുന്നതാണോ പുറത്തുള്ള സംസ്ഥാനത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് നിങ്ങൾ ബാത്റൂമിൻ്റെ കഥ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചതാണ്. പെണ്ണുങ്ങളും ആണുങ്ങളും ട്രെയിനിൽ നിന്ന് വരുന്നവർ ടൂറിസ്റ്റ് ഹോട്ടലും പള്ളിയിലും റെയിൽവേ സ്റ്റേഷനിലാണ് മൂത്രമൊഴിക്കുന്ന, കുമ്പളലില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ 20 രൂപേൻ്റെ വെള്ളം മേടിച്ചിട്ട് ഓട്ടോ പിടിച്ചിട്ട് പോകണം മൂത്രമൊഴിക്കണമെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം ഓട്ടോറിക്ഷക്കാർക്ക് ഓട്ടോ വെക്കാൻ സ്ഥലമില്ല. കുമ്പള ഇന്നലെ അടക്കം ഇവിടുത്തെ പഞ്ചായത്ത് ഓടിച്ചതാ. ഇന്നലടക്കം പോലീസ് വന്നിട്ട് ഇവിടുന്ന് ഓടിച്ചത് ഓട്ടോറിക്കാരെ. പിന്നെ എന്താ സംരക്ഷണമാണ് ഇവിടെ പഞ്ചായത്ത് കൊടുക്കുന്ന? MLA പറഞ്ഞ തണലിട്ട് തരാൻ തണലെവിടെയാ? അത് അതിന് ഉത്തരം പറയുക. മൂത്രപ്പുര കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് പോയതാ. നിങ്ങൾ ഇതും പറയൂ. CPM-ന്റെ പ്രതിയോട് ചോദ്യം എന്ന് പറയുന്നത്, UDF ഇപ്പോൾ കേരളത്തിൽ CPM-ഉം BJP-യും ഡീലാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ വസ്തുത? ഈ ചോദിച്ച വിഷയത്തിന്, പ്രാദേശിക വിഷയത്തിന് ആദ്യം മറുപടി. നിങ്ങൾ പറഞ്ഞത് ഈ ബാത്റൂം ഇവിടെ പണിതിട്ടില്ല എന്നാണോ? ഇതുവരെ ഉണ്ടായത് ഇപ്പോൾ ഉണ്ടായില്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെ സൗകര്യമുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവനക്ക് പുതിയ ടോയ്ലറ്റിൽ തന്നെ വരണമെന്ന് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കാം. വിമർശിക്കാൻ വേണ്ടി മാത്രം പറയരുത്. ഓട്ടോ ഡ്രൈവർ എന്നല്ല, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഓട്ടോ സ്റ്റാൻഡ് മാത്രമല്ല, ടെമ്പോ സ്റ്റാൻഡില്ല, ടാക്സി സ്റ്റാൻഡില്ല, കുമ്പളയെന്നല്ല, ഈ ദേശീയപാത പോകുന്ന എല്ലാ ഓരത്തും ഇല്ല. എല്ലായിടത്തും ബുദ്ധിമുട്ടാണ്. അതൊരു വലിയ പ്രശ്നമാണ്. കേരള സർക്കാർ അത് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തിട്ടില്ല. അത് UDF സർക്കാർ വന്നതിന് ശേഷം അതിന് വേണ്ട നടപടി എടുക്കുന്നതാണ്. സമയം നമ്മളെ തീരാൻ പോവാണ്. പെട്ടെന്ന് മറുപടി. അതായത് 2014 ഞാൻ 1989 മുതൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. 2014 മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയാൽ മൂക്ക് പൊത്തണം, ഛർദ്ദിക്കും. 2014 ശേഷം രാജ്യവ്യാപകമായി എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബയോ ടോയ്ലറ്റ് ഉണ്ടായി. ഇന്ന് എവിടെയും മാറ്റമില്ല. പറഞ്ഞേക്കാം. സ്വച്ഛ ഭാരത് അഭിയാൻ പ്രകാരം എല്ലാ വാർഡുകളിലേക്കും ശുചീകരണത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ടേക്ക് എ ബ്രേക്ക് വന്നത്. അത് പലയിടത്തും, എല്ലാ പഞ്ചായത്തിലും, ഒരു പഞ്ചായത്തിൽ പല ഭാഗത്തും 70% കേന്ദ്ര ഫണ്ടോടെ അതിന്റെ പേര് കേരളത്തിൽ ടേക്ക് എ ബ്രേക്ക്. എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം, സ്വച്ഛ ഭാരത് നിൽക്കട്ടെ, ഞാൻ പറയുന്നത് PMAY പ്രധാനമന്ത്രി ആവാസ് യോജന ഉണ്ടല്ലോ, അതിന് ഒറ്റ കക്കൂസാണ് നിൽക്കട്ടെ, വീടില്ലേ ആ വീടിന് 4 ലക്ഷം രൂപയാണ് കേരളത്തിൽ കൊടുക്കുന്നത്. അതിൽ എത്രയാണ് PM-ന്റെ ഉള്ളത്? കേന്ദ്രത്തിന്റെ അത് തന്നെ തരുന്നില്ലല്ലോ. നിങ്ങൾ പറയും. നിങ്ങൾ ഈ പറയുന്ന എല്ലാം കേന്ദ്ര ഫണ്ട് 82,000 രൂപ. പണം എവിടെയെന്ന് ബ്ലോക്കിൽ ഫണ്ട് എവിടെയെന്ന്? ബ്ലോക്കിൽ കിട്ടുന്ന കേന്ദ്ര ഫണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട്, കേന്ദ്ര ഫണ്ട്. ഞാൻ പറയട്ടെ, കേന്ദ്ര ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കേരള സംസ്ഥാനത്തിന്റെ ഫണ്ട് എത്രയാ? ഇതെന്തറിയോ, ഒരു കേരള സംസ്ഥാനം കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ആ വീറും വാശിയും തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിലെല്ലാം കണ്ടത്. ബാക്കിയെല്ലാം ഇതെല്ലാം കണ്ട് തന്നെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ജനസമക്ഷത്തിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.